ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഗോബി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ക്യാപ്സിക്കം, പിന്നെ ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചില്ലി ഗോബിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു ചെറിയ മീഡിയം സൈസിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ നമ്മുടെ സവാളയും ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് ഒരു 5 or 6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും വേണം. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വിനാഗിരിയിൽ കഴുകി അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടു. വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്തു, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുന്നത് കോളിഫ്ലവറിൽ വീണ്ടും എന്തെങ്കിലും ചെറിയ പുഴുക്കളൊക്കെ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു തള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ അത്യാവശ്യം ഒരു പകുതി വേവായി കിട്ടും. ഇനി നമുക്കതൊന്ന് ഒരു വെള്ളം കളഞ്ഞ് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കോളിഫ്ലവർ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് കോൺഫ്ലോർ പൊടിയും അതുപോലെ ഒരു 1/4 ബൗള് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സോയാ സോസ് ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസ് ആവരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത്, ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി ഇങ്ങനെ അത് പൊടിഞ്ഞു പോരുത്, കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കോൺഫ്ലോർ പൊടി കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കട്ടൊക്കെ പിടിക്കാതെ അതുപോലെ ഒന്നൊന്നായിട്ട് നമുക്ക് വേറിട്ട് കിട്ടും. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അധികം നേരം ഒന്നും വെക്കണമെന്നില്ല, അരമണിക്കൂറൊന്നും വെക്കണമെന്നില്ല. നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി പകുതി വെന്തത് കൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുക്കാം. നമുക്ക് എല്ലാ സെറ്റും രണ്ട് സെറ്റായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ സെറ്റും കൂടെ നമുക്കിവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ പക്ഷേ ഇവിടെ ചില്ലി ഗോബിയാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് സാധനങ്ങളോട് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വറുത്ത ആ ഓയിലിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ചൈനീസ് ഡിഷുകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഹൈ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്, ഒത്തിരി വേവിക്കരുത് ഇത്. എന്നിട്ട് നമ്മൾ സവാള ആഡ് ചെയ്തു, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ഒത്തിരി വേവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്തു, അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. അപ്പോൾ സോയാ സോസ് ഒഴിക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, സോയാ സോസിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടെ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് പെപ്പർ പൗഡർ കുറച്ച് ആഡ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും ഏകദേശം ഒരു ബൗൾ ഉണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാനാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ വെജിറ്റബിളും സവാളയും നമ്മൾ ഒത്തിരി വേവിക്കാൻ പാടില്ല, ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ സിമ്പിളാണ്, നമ്മുടെ ചില്ലി ഗോബി കുറച്ച്
തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചില്ലി ഗോബി, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.